ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മുസ്ലിം സഹോദരന്മാരും സാധാരണയായി ചോദിക്കാനുള്ള ചോദ്യമാണ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഒരുവന്റെ പാപം മോചിക്കപ്പെടുക എന്നുള്ള ഒരു ചോദ്യം. അതിനുള്ള മറുപടിയാണ് ഞങ്ങളുടെ ഈ പഠന പരമ്പരയുടെ, സത്യത്തിന്റെ പോരാളികളുടെ ഈ പഠന പരമ്പരയുടെ ഈ വീഡിയോയിൽ നാം പരിശോധിക്കാനായിട്ട് പോകുന്നു. ആദാം പാപം ചെയ്തപ്പോൾ ആദാം മാത്രമല്ല, ആദാമിൽ അടങ്ങിയിരുന്ന മനുഷ്യവർഗം മുഴുവൻ പാപപ്രകൃതിയുള്ളവരായി മാറിയിരുന്നു. ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം മനുഷ്യന് നഷ്ടപ്പെട്ടു എന്നും ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, മനുഷ്യൻ ദൈവത്തോട് ശത്രുതയുള്ളവനായി മാറിയെന്നും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നാം അത് മുൻഭാഗങ്ങളിൽ പരിശോധിക്കുകയുണ്ടായി. ആദാം ചെയ്ത പാപം കേവലം പഴം പറിച്ചെന്നത് മാത്രമല്ല, അതിനു മുൻപേ തന്നെ ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നതാണ് എന്നുള്ള കാര്യവും നാം കാണുകയുണ്ടായി. ഇങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു ശത്രുതയിൽ ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തെ തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് പിശാചിനെ വിശ്വസിക്കുകയും പിശാചിനെ സ്വീകരിക്കുകയും ചെയ്ത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്ന് മാറിപ്പോയൊരവസ്ഥയിലേക്കാണ് മനുഷ്യൻ എത്തിപ്പെട്ടതെന്ന് നാം കാണുകയുണ്ടായല്ലോ. ദൈവം നീതിമാനായതുകൊണ്ട് തെറ്റിന് ശിക്ഷ കൊടുക്കാതെ ദൈവത്തിന് വിടാൻ പറ്റുകയില്ല. ദൈവം നീതിമാനായ ദൈവമാണ്. തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചേ മതിയാകുള്ളൂ. പാപം ചെയ്ത് ദേഹി മരിക്കും എന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണമാണ്. അപ്പോൾ തന്നെ ബൈബിൾ പറയുന്ന ദൈവം അവൻ സ്നേഹമാണ്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം സ്നേഹമാകുന്നു എന്ന്. അപ്പോൾ സ്നേഹമായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നമ്മളെ നാശത്തിലേക്ക് വിടാനും കഴിയുകയില്ല. ദൈവം നീതിമാനായതുകൊണ്ട് പാപം ചെയ്തവനെ ശിക്ഷിക്കാതെ വിടാൻ പറ്റുകയില്ല. ദൈവം സ്നേഹമായതുകൊണ്ട് അവരെ നരകത്തിലേക്ക് വിട്ട് നശിപ്പിക്കാനും ദൈവത്തിന് കഴിയുകയില്ല. അപ്പോൾ ഇതിന് ദൈവം ഒരുക്കിയ പരിഹാരമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്നുള്ളത്. പാപം ചെയ്ത മനുഷ്യൻ മരിക്കണം എന്നുള്ള ദൈവനീതി നിറവേറ്റാനാണ് യേശു ക്രിസ്തു വന്നത്. അവൻ പാപം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ പാപം ചെയ്യാത്തവനാണ്. അവൻ പാപം ചെയ്തിട്ടേയില്ല. അവന്റെ മേൽ നമ്മുടെ പാപങ്ങളെ ദൈവം, പിതാവായ ദൈവം ചുമത്തുകയായിരുന്നു. അവൻ നമുക്ക് വേണ്ടി മരിക്കുക മാത്രമായിരുന്നില്ല, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പാപത്തെ അവൻ ക്രൂശിൽ ശിക്ഷിച്ചു. യേശു ക്രിസ്തുവിനെ പാപമാക്കി മാറ്റി എന്നാണ് നാം വായിക്കുന്നത്. പാപിയാക്കി എന്നല്ല, പാപമാക്കി മാറ്റി. പാപം ചെയ്യുന്ന ഏവരും പിശാചിന്റെ മകനാകുന്നു എന്ന് 1 യോഹന്നാൻ 3:8 നാം വായിക്കുന്നുണ്ട്. ഇത് ഏതിൽ വെച്ച് സംഭവിച്ചതാണ്? ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചതാണ്. ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. എന്നാൽ അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞ്, ദൈവത്തെ അവിശ്വസിച്ച് ദൈവത്തെ തള്ളിക്കളഞ്ഞ് പിശാചിനെ വിശ്വസിക്കുകയും പിശാചിനെ തന്റെ യജമാനനായി സ്വീകരിക്കുകയും ചെയ്തതോടുകൂടെ ആദാം പിശാചിന്റെ മകനായി തീർന്നു. അതുകൊണ്ട് തന്നെ ആദാമിൽ നിന്നും ജനിക്കുന്ന സകലരും പിശാചിന്റെ അധീനതയിലാണ് ജനിക്കുന്നത്. പിശാചിന്റെ മക്കളായിട്ടാണ് ജനിക്കുന്നത്. ഇങ്ങനെ പിശാചിന്റെ മക്കളായിരിക്കുന്ന മനുഷ്യൻ എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ എത്ര നാൾ ചെയ്താലും അവനൊരിക്കലും ദൈവത്തിന്റെ മകനായി മാറാൻ സാധിക്കുകയില്ല. ഒരാൾ എത്ര പരിശ്രമിച്ചാലും അയാൾക്ക് ഇപ്പൊ വേറൊരാളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ധനികനായിരിക്കുന്ന വ്യക്തിയാണ് അംബാനി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ എത്ര പരിശ്രമിച്ചാലും അയാൾക്ക് ഒരിക്കലും അംബാനിയുടെ മകനായി തീരാൻ കഴിയുകയില്ല. ഒരിക്കലും കഴിയുകയില്ല. അയാൾ അംബാനിയുടെ മകനായി ജനിച്ചെങ്കിൽ മാത്രമേ അയാൾ അംബാനിയുടെ മകനാവുകയുള്ളൂ. അല്ലാതെ വേറെ ആരുടെയെങ്കിലും മകനായി ജനിച്ച ഒരാൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും ഒരിക്കലും അംബാനിയുടെ മകനാകാൻ കഴിയുകയില്ല. എന്നാൽ അംബാനി വിചാരിച്ചാൽ അയാൾക്ക് അംബാനിയുടെ മകനാകാം. എങ്ങനെയാണ്? അംബാനി അയാളെ ദത്തെടുത്താൽ മതി. ജഡപ്രകാരമുള്ള മകനായിട്ടല്ല, നിയമപ്രകാരമുള്ള മകനായി അയാളെ ലോകം പരിഗണിക്കും, സർക്കാർ പരിഗണിക്കും. ദത്തെടുത്താൽ മതി, ദത്തുപുത്രനായിട്ട്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആത്മീയമായി നാം എല്ലാവരും
പിശാചിന്റെ സന്തതികളാണ്. പാപം ചെയ്യുന്നവനും പിശാചിന്റെ സന്തതിയാണെന്ന് ബൈബിൾ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നു. എന്നാൽ പിശാചിന്റെ സന്തതിയായിരിക്കുന്ന മനുഷ്യരെ ദൈവം തന്റെ മക്കളാക്കി മാറ്റിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അതിന് മറുപടിയുണ്ട്. അവിടെ നാം വായിക്കുന്നത് ദൈവം നമ്മെ ക്രിസ്തു യേശുവിൽ ദത്തെടുത്തിരിക്കുന്നു എന്നാണ്. യേശു ക്രിസ്തുവിൽ ദൈവം, പിതാവായ ദൈവം നമ്മെ ദത്തെടുത്തിരിക്കുന്നു. അങ്ങനെ നാം ദൈവത്തിന്റെ മക്കളായി മാറാനായിട്ട് കഴിയുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയും എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ യേശു ക്രിസ്തുവിനെ ഞാൻ എന്റെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുക. അപ്പൊ ഇത് ചെയ്യുമ്പോ എങ്ങനെയാണ് നമ്മുടെ പാപത്തിന് പരിഹാരം ലഭിക്കുന്നത്? നമ്മൾ ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ എന്നെ സ്നേഹിച്ച് എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു. ഇതാണ് നാം പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാപം പരിഹരിക്കപ്പെടുന്നത്? ഞാനൊരു പാപിയാണ് എന്ന് നാം ദൈവത്തോട് പറയുമ്പോൾ അന്ന് ആദാം ചെയ്ത തെറ്റ് നാം തിരുത്തുകയാണ് ചെയ്യുന്നത്. ആദാമിനോട് അന്ന് പിശാച് പറഞ്ഞു, നിങ്ങളത് തിന്നാൽ മരിക്കുകയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പാപിയായി മാറുകയില്ല. കാരണം പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് തിന്നുകയാണെങ്കിൽ നിങ്ങൾ മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപിയാകുകയില്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ ആദാം അത് വിശ്വസിച്ചു. പക്ഷെ ഞാനിവിടെ തിരിച്ചു പറയാണ് ദൈവത്തോട്, ദൈവമേ, ഞാനൊരു പാപിയാണ് എന്ന് വെച്ചാൽ ഞാൻ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അധീനനാണ്. അന്ന് ആദാമിനോട് പിശാച് പറഞ്ഞത് കള്ളമാണ്. ഞാനത് അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. ദൈവമേ, നീ അന്ന് ആദാമിനോട് പറഞ്ഞതാണ് സത്യം. പിശാച് ആദാമിനോട് പറഞ്ഞത് നുണയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഞാനൊരു പാപിയായതുകൊണ്ട് പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് ഞാൻ അധീനനാണ്. അതുകൊണ്ട് ദൈവമേ, അന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് അങ്ങ് പറഞ്ഞതാണ് സത്യം എന്നുള്ള കാര്യം ഞാൻ ഏറ്റുപറയുന്നു. ഇതാണ് അതിന്റെ 1-ാമത്തെ ഭാഗം. ഞാനൊരു പാപിയാണ് എന്നുള്ളത് പറയുമ്പോൾ ദൈവം പരിഗണിക്കുന്നത് ഇങ്ങനെയാണ്. 2, യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ ദൈവവും പറയുമ്പോൾ നിങ്ങളുടെ നന്മയിൽ ദൈവത്തിന് താല്പര്യമില്ല എന്ന് പിശാച് പറഞ്ഞല്ലോ അന്ന്. നിങ്ങൾ തിന്നാ ദൈവത്തെ പോലെയാകും. നിങ്ങളുടെ അവസ്ഥ ഇന്നത്തേക്കാൾ ഉന്നതിയിലേക്ക് പോകും. നിങ്ങൾ വളരെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക്, ദൈവത്തെ പോലെ ആകുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്ന് പിശാച് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളിങ്ങനെ നല്ല ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് നിങ്ങളുടെ ദൈവത്തിന് ഒട്ടും താല്പര്യമില്ല. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവനല്ല എന്നാണെന്ന് പിശാച് പറഞ്ഞതിന്റെ അർത്ഥം. അത് ആദാം വിശ്വസിച്ചു. എന്നാൽ ഞാനിവിടെ തിരുത്തുകയാണ്. യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ പിശാച് പറഞ്ഞത് നുണയാണ്. കാരണം എന്റെ നന്മയിൽ താല്പര്യമില്ലാതിരുന്ന ഒരാൾ എനിക്ക് വേണ്ടി മരിക്കുമോ? ദൈവത്തിന് എന്റെ നന്മയിൽ പരിപൂർണമായ താല്പര്യമുണ്ടെന്നാണ് ഞാനിവിടെ പറയുന്നത്. യേശു ക്രിസ്തു ദൈവമാണ്. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. അതിലൂടെ ദൈവത്തിന് എന്റെ നന്മയിൽ താല്പര്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആകയാൽ ദൈവമേ, ആദാം പിശാചിന്റെ വാക്ക് കേട്ട് പിശാചിനെ വിശ്വസിച്ചത് തെറ്റാണെന്ന് ഞാനിവിടെ ദൈവം മുമ്പാകെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. 3-ാമതായി ഞാൻ പറയുന്നത് എന്താണ്? എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു. ആദാമെന്ന് ദൈവത്തെ അവിശ്വസിച്ച് ദൈവത്തെ തള്ളിക്കളഞ്ഞ് പിശാചിനെ വിശ്വസിക്കുകയും പിശാചിനെ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പിശാചിന്റെ മകനായി മനുഷ്യൻ മാറിയത്. എന്നാൽ ഞാനിവിടെ അത് തിരുത്തുകയാണ്. ഞാൻ പിശാചിനെ തള്ളിക്കളഞ്ഞ് യേശുവിനെ എൻ്റെ ഏക കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ ദൈവത്തോട് ഞാൻ ഏറ്റുപറയുമ്പോൾ, ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ, ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം അത് സ്വീകരിച്ച് എന്നെ തൻ്റെ മകനാക്കി തീർക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ, ദൈവം മുമ്പാകെ ഇങ്ങനെ ഉടമ്പടി നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, ആ നിമിഷത്തിൽ ദൈവം നിങ്ങളെ സ്വീകരിച്ച് തൻ്റെ മക്കളാക്കി തീർക്കും. ദൈവത്തോട് ഇങ്ങനെയുള്ള ഒരു ഏറ്റുപറച്ചിലൂടെ മാത്രമേ പാപത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ.
നമ്മളിങ്ങനെ ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മെ തൻ്റെ മകനായിട്ടോ മകളായിട്ടോ സ്വീകരിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകി. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്നാണ് ബൈബിൾ പറയുന്നത്. ഇതാണ് ആത്മാവിനാലുള്ള ജനനം. ഇതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആദ്യത്തെ ജനനം അത് മാതാപിതാക്കളിൽ നിന്നുള്ള ജനനമാണ്, അഥവാ ശാരീരികമായ ഒരു ജനനമാണ്. ആ ശാരീരികമായ ജനനം ആദാമ്യ സന്തതിയായി ജനിച്ചതുകൊണ്ട് ആദാമിന്റെ പാപ പ്രകൃതിയോടുകൂടെ ആദാം പാപത്തിന് എങ്ങനെ അധീനനായോ അതുപോലെ തന്നെ ആദാം എങ്ങനെ മരണത്തിന് അധീനനായി തീർന്ന് പോയോ അതുപോലെ തന്നെ മരണത്തിന് അധീനമായ ഒരു ശരീരത്തോടു കൂടെയുള്ള ഒരു ജനനമാണ്. എന്നാൽ രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്, അഥവാ ആത്മാവിനാലുള്ള ജനനമാണ്. അതാണ് രണ്ടാമത്തെ ജനനം അഥവാ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇത് പാപത്തെക്കുറിച്ച് ബോധ്യം വന്നതിന് ശേഷം ദൈവത്തോട് നാം ചെയ്യുന്ന ഒരു ഉടമ്പടിയിലൂടെ ജനിക്കുന്നതാണ്. പാപത്തെക്കുറിച്ച് മാത്രമല്ല, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്ന ദൈവം, അതായത് യേശുക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ പിതാവായ ദൈവത്തോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിലൂടെ മാത്രമേ വീണ്ടും ജനനം നടക്കുകയുള്ളൂ. അത് അപ്പോസ്തലനായ പൗലോസ് വിവാഹത്തോട് ബന്ധപ്പെടുത്തി എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഉടമ്പടിയിലൂടെയാണ് വിവാഹം നടക്കുന്നത്. അല്ലാതെ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞ് ഉടമ്പടി ചെയ്യുകയല്ല, അല്ലെങ്കിൽ ഉടമ്പടി ചെയ്ത് കുറെ കാലം കഴിഞ്ഞ് ഭാര്യയാവുകയുമല്ല. മറിച്ച് എപ്പോൾ ഉടമ്പടി ചെയ്യുന്നുവോ ആ നിമിഷം ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നു. ഒരു സ്ത്രീ ഒരു പുരുഷനുമായി വിവാഹത്തിന്റെ ഒരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ഉടമ്പടി ചെയ്ത അതേ നിമിഷം തന്നെ അവന്റെ സകല സ്വത്തിനും അവൾ അവകാശിയായി തീർന്നിരിക്കുന്നു. സകലത്തിനും. ഇനി മുതൽ അവൾ അനുസരിക്കാൻ പോകുന്ന അവളുടെ മാതാപിതാക്കളെയല്ല, ഈ ഉടമ്പടി ചെയ്ത ഭർത്താവിനെയാണ്. ഇതുവരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നവൾ ഇനി കീഴടങ്ങിയിരിക്കാൻ പോകുന്നത് ഭർത്താവിനാണ്. അങ്ങനെ അവളെല്ലാം തന്നെ അർപ്പിക്കുകയാണ് ഭർത്താവിലേക്ക്. ഇതുപോലെ നാം ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്ത് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം, ദൈവത്തിന് നമ്മെ തന്നെ അർപ്പിക്കണം എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെ നാം ദൈവത്തിന് നമ്മെ തന്നെ അർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ മക്കളായി സ്വീകരിക്കും. അതാണ് വീണ്ടും ജനനം. ആ നിമിഷം മുതൽ നാം പിശാചിന്റെ മക്കളല്ല, പിശാചിന്റെ മകനോ മകളോ അല്ല, മറിച്ച് ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിളിലെ ദൈവം മനുഷ്യനെ അടിമയായി കാണാൻ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല, ഒരിക്കലും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് മക്കൾ എന്നുള്ള മഹനീയമായ ഒരു പദവിയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് വളരെ വലിയ വ്യത്യാസമാണ്. ഖുർആനിലെ അള്ളാഹു എല്ലാ വിധത്തിലുള്ള പിതൃത്വം നിഷേധിക്കുന്നവനാണ്. മനുഷ്യരെ ഒരിക്കലും മക്കളായിട്ട് അംഗീകരിക്കുന്നേ ഇല്ല. മറിച്ച് അടിമകൾ 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 എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകളെല്ലാം അതിൽ ആഹ്ലാദം കൊള്ളുന്നവരുമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അടിമയായിരിക്കുന്നതാണോ മെച്ചപ്പെട്ട കാര്യം, മകനായിരിക്കുന്നതാണോ മെച്ചപ്പെട്ട കാര്യം? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ബൈബിളിലെ ദൈവം വിളിക്കുന്നത് അടിമത്വത്തിലേക്കല്ല, പുത്രത്വത്തിലേക്കാണ്. എന്നാൽ ഖുർആനിലെ അല്ലാഹു വിളിക്കുന്നത് പുത്രത്വത്തിലേക്കല്ല, അടിമത്വത്തിലേക്കാണ്. ഞങ്ങളിന്ന് മക്കൾ എന്നുള്ള സ്ഥാനത്തിരിക്കുന്നവരാ, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാ. ആ സ്ഥാനം വിട്ട് കളഞ്ഞിട്ട് അടിമയായി പോരാൻ ഞങ്ങളെന്താ മണ്ടന്മാരാണ്? ദാവാക്കാർ ഞങ്ങളോട് പറയുന്നുള്ളൂ, നിങ്ങളെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു എന്ന്. എവിടേക്കാ ക്ഷണിക്കുന്നേ? അടിമത്തത്തിലേക്കല്ലേ? വേണ്ട സുഹൃത്തെ, അടിമത്തം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ യേശു ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യം ലഭിച്ചവരാണ്, മക്കളാണ് ഞങ്ങളെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ദാവ ക്ഷണമുണ്ടല്ലോ, ഇസ്ലാമിലേക്കുള്ള ദാവ, ഇസ്ലാമിലേക്കുള്ള ക്ഷണം, അത് ക്രിസ്ത്യാനികളുടെ അടുത്ത് വേണ്ട കേട്ടോ. ബൈബിൾ അനുസരിച്ച് ഒരാൾക്ക് യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുന്നതിന് മുമ്പ് അവൻ പിശാചിന്റെ മകനാണെന്ന് പറഞ്ഞല്ലോ. അവനെ നിയന്ത്രിക്കുന്നത് പിശാചും
അതുപോലെ പാപവും ലോകവും ഒക്കെയാണ്. അതാണ് അവനെ നിയന്ത്രിക്കുന്നത്. അവൻ പിശാചിന്റെയും പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിലാണുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിനെ അവൻ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ നിയന്ത്രിക്കുന്നത് യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ദൈവവചനവുമാണ്. അവൻ പിശാചിൽ നിന്നും പാപത്തിൽ നിന്നും മരണഭീതിയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചവനാണ്. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, മരണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ സ്വാതന്ത്ര്യമുള്ളവരാണ് ഞങ്ങൾ. മരണഭയം ഞങ്ങൾക്കില്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇത്ര ശക്തിയായിട്ട് എതിർക്കാൻ തന്നെ നിൽക്കുന്നത്. ഇസ്ലാമിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, അതിനെ എതിർക്കുന്നവരെ കൊന്നുകളഞ്ഞ ചരിത്രമേ അതിനുള്ളൂ. ഇതുവരെയുള്ള ഇതപര്യന്തമുള്ള ചരിത്രം അങ്ങനെ തന്നെയാണ്. അത് ഇവരുടെ പ്രവാചകനായിരിക്കുന്ന മുഹമ്മദിന്റെ കാലം മുതൽ ആധുനിക കാലം വരെ അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ജീവനും ഭീഷണിയുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ഇങ്ങനെ ധൈര്യത്തോടുകൂടെ സംസാരിക്കുന്നത് യേശുക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലെ മരണഭീതി നീക്കിക്കളഞ്ഞത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തെ ചിലപ്പോൾ ഇല്ലാതാക്കാൻ പറ്റിയെന്ന് വരാം, പക്ഷെ ഞങ്ങളുടെ ആത്മാവുണ്ടല്ലോ, അത് കർത്താവിൽ ഭദ്രമായിരിക്കും. ഒരു കുഴപ്പവും കൂടാതെ അവിടെ സുരക്ഷിതമായിരിക്കും ഉറപ്പ് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ബൈബിൾ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് 2 Corinthians 5:17 വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഞങ്ങൾ ഇന്ന് പുതിയ സൃഷ്ടികളായി തീർന്നവരാണ്. ഞങ്ങൾ പിശാചിന്റെ മക്കളല്ല, ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും ദൈവത്തിന്റെ മക്കളായി തീരാനുള്ള അവസരം ബൈബിൾ നൽകുന്നുണ്ട്, ദൈവത്തിന്റെ വചനം നൽകുന്നു. നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു നിങ്ങളുടെ പാപം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചതാണ്. നിങ്ങളുടെ പാപം ഏറ്റെടുത്ത് മരിച്ചു. ഇനി നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ ഈ നരകത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ എത്ര പാപപ്രവൃത്തി ചെയ്താലും ആ പാപപ്രവൃത്തിയേക്കും മേലെ അതിന്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുത്തതുകൊണ്ട് എത്രമാത്രം നിങ്ങൾ പാപപ്രവൃത്തി എന്ന് പറഞ്ഞാലും ആ പാപത്തെയും ക്ഷമിക്കാൻ കഴിയുന്ന വണ്ണം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം ഉയർന്നിരിക്കുന്നു. എല്ലാത്തിന്റെയും മീതെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം ഉയർന്നിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ച് അവനെ കർത്താവായി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഏക കാരണത്താൽ നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നവനെ നിങ്ങൾ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ, നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു രക്ഷ, മഹത്തരമായ ഒരു രക്ഷ, വിലയേറിയ ഒരു രക്ഷ അവൻ ഒരുക്കി വെച്ചിട്ട് നിങ്ങൾ അതിലേക്ക് ക്ഷണിച്ചപ്പോൾ നിങ്ങൾ വളരെ നിസ്സാര ഭാവത്തോടുകൂടെ തള്ളിക്കളഞ്ഞ ആ രക്ഷ ഞങ്ങൾക്ക് വേണ്ട എന്ന് നിരസിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു. മനസ്സിലായോ? ഇത് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അടുത്ത വാക്യം, വിശ്വസിക്കാത്തവന്, ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് മാത്രമാണ് മനുഷ്യന് ന്യായവിധി വരുന്നത്, അല്ലാതെ പാപം ചെയ്തതുകൊണ്ടല്ല. കാരണം നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു അനുഭവിച്ചു തീർന്നു. ഒരു തെറ്റിന് 2 വട്ടം ഒരു കോടതിയും ശിക്ഷിക്കുകയില്ല. നിങ്ങൾ ജനിച്ചത് മുതൽ ഇന്ന് വരെയുള്ള ഇനി ചെയ്യാൻ കിടക്കുന്നതുമായിട്ടുള്ള എന്തൊക്കെ പാപങ്ങളുണ്ടോ ആ പാപമെല്ലാം യേശു ക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ആ പാപത്തിന്റെ പേരിൽ ദൈവത്തിനെ നിങ്ങളെ ശിക്ഷിക്കാനായിട്ട് കഴിയുകയില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത്ര മഹത്തരമായ സൗജന്യമായി ദൈവം നൽകിയിരിക്കുന്ന രക്ഷയെ നിങ്ങൾ അഗണ്യമാക്കുന്നത് കൊണ്ട്, അതിനെ ഗണ്യമാക്കാതെ നിങ്ങൾ തള്ളിക്കളയുന്നത് കൊണ്ട്, അതിന്റെ പേരിൽ മാത്രം നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങളോടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇവിടെ തീരുകയാണ്. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഒരു രക്ഷയെ കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യുമെങ്കിൽ അതിൻ്റെതായ ഫലം, നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു മഹത്തരമായ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ദൈവത്തിന്റെ മക്കളെന്നുള്ള മഹനീയമായ ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയും.
അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അതല്ല, നിങ്ങൾക്ക് തള്ളിക്കളയുവാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഇത് തെറ്റായി തിരഞ്ഞെടുത്ത് ഇപ്പൊ പോകുന്നത് പോലെ പോകാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് നരകമാണ്. നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കാൻ ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നത് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഇസ്ലാം തന്നെയല്ല, ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവനാകട്ടെ, യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ഉടമ്പടി ചെയ്ത് ഒരു വ്യക്തിപരമായ ബന്ധം നിങ്ങൾ ആക്കിയിട്ടില്ലെങ്കിൽ, ദൈവത്തിന്റെ മകൻ എന്നുള്ള സ്ഥാനത്ത്, മകൾ എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ, ഇപ്പോഴാകുന്ന അതിന്റെ സമയം. ഈ സന്ദേശം കേൾക്കുന്ന ഇപ്പൊ തന്നെ അതിന്റെ സമയം. അടുത്ത നിമിഷം നിങ്ങൾക്കുള്ളതല്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾക്ക് മുകളിലേക്ക് വലിക്കുന്ന ശ്വാസം കീഴോട്ട് വിട്ടില്ലെങ്കിൽ, താഴേക്ക് മൂക്കിലൂടെ അത് പുറത്തു വന്നില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു. അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി തീരാൻ ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം നിങ്ങളെ അതിന് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.